ഇങ്ങനത്തെ കാലത്ത് Hello everyone. Hello, hi everyone. 75 years later. ഹലോ എവ്രി വൺ, വെൽക്കം ടു എ യൂട്യൂബ് ചാനൽ സോൾ സിസ്റ്റേഴ്സ്. അങ്ങനെ ഇന്ന് ഞങ്ങൾ കാത്തിരുന്നൊരു ദിവസമാണ്. കാരണം ഞങ്ങൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളത്. ഫൈനലി ദ ഡേ ഈസ് ഹിയർ അല്ലേ? സോ എല്ലാവർക്കും ഇപ്പം ഒരു ചിന്തയുണ്ടായിരിക്കും ഞങ്ങൾ എന്താണ് ഈ യൂട്യൂബിൽ കൂടെ ചാനലിൽ കൂടെ കാണിക്കാൻ പോകുന്നതെന്ന്. സോ അതിന് ഞങ്ങൾ പെർട്ടിക്കുലർലി ഒരു സബ്ജക്റ്റ് അങ്ങനെ മനസ്സിൽ ചിന്തിച്ച് വെച്ചിട്ടില്ല അല്ലേ. എല്ലാം ഒരു മിക്സ്ചറായിട്ടാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ ഡേ ഇൻ ലൈഫ് ആൻഡ് ഞങ്ങളുടെ ഹെൽത്ത് സ്റ്റൈൽസ്, ജിം, ഫുഡ്, എവറിത്തിങ്. സോ ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് എവറിത്തിങ്. ഞങ്ങളുടെ മേക്കപ്പ് പ്രൊഡക്ട്സ്, ലൈക്ക് ലോട്ട് ഓഫ് തിങ്സ്. അങ്ങനെ പെർട്ടിക്കുലർ ആയിട്ടൊരു കാര്യമില്ല. വാട്ട് എവർ വി ഗെറ്റ്സ്, ലൈക്ക് വി ഹാവ് പ്ലാൻസ് ടു ഡു ഇറ്റ്. സോ ഓക്കെ, അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ്, എല്ലാത്തിനും മുമ്പ് നമുക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം അല്ലേ? വളരെ ആവശ്യം. പലർക്കും നമ്മളെ അറിയത്തില്ലായിരിക്കും. നമ്മളാണ് ഡെഫിനറ്റ്ലി കുറച്ചൊക്കെ പേർക്ക് ഞങ്ങളെ അറിയായിരിക്കും, ഞങ്ങളുടെ ഫേവറേറ്റ് വൺസിന്. ബട്ട് നിങ്ങൾ കുറേ പേർക്ക് ആൾക്കാർക്ക് ഞങ്ങളെ അറിയാത്തവർക്ക് വേണ്ടിയാ ഞങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഫുൾ നെയിം പറ. അതെ, എൻ്റെ പേര് റിറ്റി സൈഗോ. എൻ്റെ പേര് റിയ സൈഗോ. എന്നെ വീട്ടിൽ ചിക്കു എന്ന് വിളിക്കും, അവളെ ചിന്നു എന്ന് വിളിക്കും. ചിക്കു ചിന്നു. ഇഷ്ടമുള്ളവർക്ക് ഞങ്ങളെ ചിക്കു ചിന്നു വിളിക്കാം. വളരെ അടുപ്പമുള്ളവർ ഞങ്ങളെ ചിക്കു ചിന്നു കേട്ടോ. ഞങ്ങളുടെ ഓഫീസിൽ അങ്ങനെയൊക്കെ ഉള്ളിടത്താണ് ഞങ്ങളെ റിയാലിറ്റി ഒഫീഷ്യലി എല്ലാവരും വിളിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ഞങ്ങളെ ആൾക്കാർ ചിക്കു ചിന്നു എന്ന് വിളിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ വിളിച്ചാൽ മതി. അതെ, നിങ്ങൾക്കും ചിക്കു ചിന്നു തന്നെ വിളിക്കാം അല്ലേ? എനിക്കതാ ഇഷ്ടം. ഓക്കെ, നമ്മുടെ പ്രേക്ഷകർ നമ്മളെ ചിക്കു ചിന്നു എന്ന് വിളിച്ചാൽ മതി. ബാക്കി കാര്യങ്ങൾ പറയാൻ വിട്ടു. ഇത് സംസാരിച്ചിരുന്നുള്ള കുഴപ്പം. ഞാനിവിടെ ഒരു കാർഡിയാക് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. കാത്ത് ലാബിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടുപേരും കാർഡിയാക് നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ബട്ട് ഞങ്ങൾ രണ്ടുപേരും ഡിഫറെൻറ്റ് ഹോസ്പിറ്റൽസിലാണ് വർക്ക് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റ്സ്. കാരണം ഞങ്ങൾ വന്ന രണ്ടുപേരും അയർലൻഡിലേക്ക് വന്ന ഡേറ്റ്സും ഡിഫറെൻ്റ് ആണ്. അത് വലിയ ഡിഫറൻസിലല്ല, ഒരു 1 month ഡിഫറൻസിലാണ് ഞങ്ങൾ രണ്ടുപേരും വന്നത്. സോ അപ്പോൾ അതിൻ്റെ കഥകളിലേക്കൊക്കെ ഞങ്ങൾ വരാം. ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത്, ഏത് ഏജൻസി കൂടെയാണ് വന്നത്, അതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണ്, അതിനെപ്പറ്റിയൊക്കെ ഞങ്ങൾ ഡീപ്പായിട്ടുള്ള വീഡിയോസ് ഇടുന്നതായിരിക്കും. മേ ബി ഈ വീഡിയോസ് തന്നെ ഞങ്ങൾ കവർ ചെയ്യുന്നതായിരിക്കും. മേ ബി ബട്ട് ഇറ്റ് വിൽ ബി ഡിവൈഡഡ് ആസ് പാർട്സ്, ദാറ്റ്സ് ഓൾ. സോ ഞങ്ങൾ ജനിച്ചതും വളർന്നതും ഒക്കെ തിരുവല്ലയിലെ ചാത്തങ്കേരി എന്നൊരു ചെറിയ ഗ്രാമത്തിലാണ് ഞങ്ങൾ ജനിച്ചതും വളർന്നതും എല്ലാം. ഞങ്ങളുടെ വല്യമ്മച്ചിയാണ് ഞങ്ങളെ വളർത്തിയത്. കാരണം ഞങ്ങളുടെ മമ്മി ആ സമയം ഗൾഫിലായിരുന്നു. സോ ഞങ്ങളുടെ കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു കുടുംബമാണ്. ആരൊക്കെയാണ് നമ്മുടെ കുടുംബത്തിൽ എന്ന് പറഞ്ഞു? എൻ്റെ വീട്ടിലെ അമ്മച്ചിയുണ്ട്, കുഞ്ഞൊരു സഹോദരിയുണ്ട്. അവൾ ഞങ്ങളെക്കാളും വളരെ ചെറുതാണ്. ഒരു 15 വയസ്സോളം ഡിഫറൻസ് ഉണ്ട്. ലേറ്റ് കമറാണ് കേട്ടോ, ലേറ്റ് കമർ. അവളുടെ പേര് ആൻ മേരി സൈഗോ. എൻ്റെ മമ്മി നേഴ്സായിരുന്നു. ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഷി വാസ് വർക്കിംഗ് ബാക്ക് ദെൻ ഇൻ യമൻ ആൻഡ് നൗ ഷീ ഈസ് റിട്ടയർഡ് ആൻഡ് ഷീ ഈസ് അറ്റ് ഹോം. ആൻഡ് നമ്മുടെ വല്യമ്മച്ചിനെ കുറിച്ച് പറഞ്ഞില്ല. വല്യമ്മച്ചിയുണ്ട്. വല്യമ്മ ഷീ ഈസ് വെരി ഹെൽത്തി, ഫിറ്റ് ഇസ് ഫിഡൽ. ഷീ ഈസ് വെരി above 80 but she's very healthy. ടച്ച് വുഡ്. ഷീസ് വെരി ഹെൽത്തി. ഭയങ്കര ചാമിങ്. കുഞ്ഞുഞ്ഞമ്മ എന്നാണ് പേര്. ഭയങ്കര ചാമിങ് ആണ് കേട്ടോ. ചാമിങ് ആൻഡ് യങ്. ഓക്കെ, സോ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ്. സ്ത്രീകൾ മാത്രമുള്ള ഒരു കുടുംബമാണ് ഞങ്ങളുടെ. അതെ, പെൺപടാം. അതെ. അപ്പോൾ പലർക്കും ഓർക്കും എന്താ ഞങ്ങൾ ആണുങ്ങളെ വീട്ടിൽ കയറ്റില്ലെന്ന്. പക്ഷെ അങ്ങനെയല്ല. സോ വി വോണ്ട് ഗെറ്റ് ഇൻ ടു ദാറ്റ് ടോപ്പിക്. സോ ലെറ്റ്സ് ലീവ് ദാറ്റ്. ലെറ്റ്സ് സെൻസർ ദാറ്റ്. എന്താ മോളൂസേ, ജാടയാണോ? ഞങ്ങൾക്ക് ചെറിയൊരു ഹിന്ദി ബാക്ക്ഗ്രൗണ്ട് ആണ്. ക്യോങ്കി എന്ന് വെച്ചാൽ ഞങ്ങളുടെ പപ്പ രാജസ്ഥാനിൽ നിന്നാണ്. ഹി വാസ് ബോൺ ആൻഡ് ബോട്ട് അപ്പ് ഇൻ രാജസ്ഥാൻ. അവിടെ വെച്ചാണ് എൻ്റെ പപ്പയും മമ്മിയും സ്നേഹമാവുന്നതും കല്യാണം കഴിക്കുന്നതും ഒക്കെ. പക്ഷേ അതൊരു വലിയ മിസ്റ്ററിയാണ്, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട. ബട്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു ഹിന്ദി ടച്ചും ഉണ്ട്. കാരണം കൂടുതൽ ആൾക്കാർ ഞങ്ങളെ കാണുമ്പോൾ പറയുന്നത് ഞങ്ങളെ കണ്ട മലത്ത് ലുക്കാണ്, ഒരു നോർത്ത് ഒരു മലയാളി ലുക്കാണ് അങ്ങനെയൊക്കെ പറയാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. പച്ചത്തെറിയാ കമന്റ് ചെയ്യുന്നത് വേണ്ട. ഓക്കെ, അതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. സോ ഞങ്ങൾ അവിടെയാണ് പഠിച്ചതും വളർന്നതും എല്ലാം. ഞങ്ങളുടെ അടുത്തുള്ള തന്നെ ഒരു ഗവൺമെൻറ് സ്കൂളിലാണ് ഞങ്ങൾ പഠിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ തിരുവല്ലയിലെ SCA സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളും പറയാൻ അറിയത്തില്ല, ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു ഞങ്ങളുടെ +2 പഠനം. ഓക്കെ, നല്ല അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി പ്രിൻസിപ്പളൊക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള +2 എന്ന് കേൾക്കുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത് ഞങ്ങളുടെ പ്രിൻസിപ്പളിനെ ആയിരുന്നു. സൂസി മാം ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര പേടിയുള്ള പ്രിൻസിപ്പളായിരുന്നു. ആക്ച്വലി എൻ്റെ മമ്മി നേഴ്സ് ആയതുകൊണ്ട് മമ്മിക്ക് ആഗ്രഹം ഞങ്ങളെ നേഴ്സിങ്ങിന് തന്നെ വിടണം എന്നുള്ളതായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ആ ഒരു ടൈമിലൊക്കെ എല്ലാവർക്കും ഒരു 90s കിഡൊക്കെ മോസ്റ്റ്ലി പോയത് എനിക്ക് തോന്നുന്നു എൻജിനീയറിങ്, നേഴ്സിംഗ് ഒക്കെയാണ്. കാരണം അതിന് സ്കോപ്പ് വളരെ കൂടുതലാണ് നഴ്സിംഗ്. സോ എല്ലാവർക്കും നഴ്സിങ്ങിന് വിടാനായിരുന്നു മക്കളെ താല്പര്യം. പഠിച്ചിറങ്ങാൻ BSc നഴ്സിങ്ങിന് വിടുക. സോ അങ്ങനെ എൻ്റെ മമ്മി ഡിസൈഡ് ചെയ്തു ഞങ്ങൾ രണ്ടുപേരും നഴ്സിങ്ങിന് വിടണം എന്നുള്ളത്. പക്ഷേ അപ്പോഴൊരു ഡൗട്ടായിരുന്നു എവിടെ വിടണം എന്നുള്ളത്.
ആക്ച്വലി ഇപ്പോൾ ലൈക്ക് ബാംഗ്ലൂരിൽ നഴ്സിംഗ് പഠിക്കാൻ വിടുന്ന പെൺപിള്ളേർക്ക് വളരെ മോശമായിട്ടായിരിക്കും തിരിച്ചു വരുന്നതെന്നൊക്കെയുള്ള ഒരു ചിന്ത മാതാപിതാക്കളുടെ ഇടയിൽ ഉണ്ടായിരിക്കുമല്ലോ. സോ ഒരുപാട് കോളേജിൽ നിന്ന് ഞങ്ങൾക്ക് വന്നു ഇങ്ങനെ എന്താ അഡ്വർടൈസ്മെന്റ് പോലെ കുറേ ഏജൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ അടുത്തൊക്കെ വന്നെങ്കിൽ എൻ്റെ മമ്മി ഭയങ്കര പെർട്ടിക്കുലർ ആണ്. നോ ബാംഗ്ലൂർ പിള്ളേരെ പഠിപ്പിച്ചു. ബാംഗ്ലൂർ ആൾക്കാരെ കുറിച്ച് നമ്മൾ മോശം പറയുന്നതല്ല, ബട്ട് അന്നത്തെ ആൾക്കാർക്ക് ആ ഒരു സ്ഥലത്തെ പറ്റി ഉണ്ടായിരുന്ന ഒരു മോശം അഭിപ്രായം കാരണം ആ ഒരു സ്ഥലത്തേക്ക് വിടില്ല. പക്ഷെ മാംഗ്ലൂർ എന്നുള്ള സ്ഥലത്താണ് ഞങ്ങൾ പഠിച്ചത്. മണിപ്പാലിനടുത്തൊരു ഉടുപ്പി എന്ന് പറയുന്നത്. ഉടുപ്പി കൃഷ്ണ ടെമ്പിൾ ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. വളരെ നല്ലൊരു സ്ഥലമാണ്. നമ്മുടെ ഒരു മിനി കേരളം പോലെ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ അതേ ഒരു കാലാവസ്ഥയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെയാണ് ഞങ്ങളുടെ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയത്. 4 വർഷത്തെ നഴ്സിംഗ് പഠനം. അപ്പോൾ അവിടെ 4.5 years ഒരു ഓൾമോസ്റ്റ് 4.5 years. ആ 4 വർഷത്തെ പഠനത്തിനിടെ കുറച്ച് കന്നഡയും പഠിച്ചു കേട്ടോ. കന്നഡ സ്വല്പം ഗുത്തുണ്ട്. അത് പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും ആ ടച്ച് പോയി. ഇല്ല, അത് പിന്നെ പറയാം. അത് പിന്നെ ഞങ്ങൾ ഡൽഹിയിൽ വർക്ക് ചെയ്യാൻ ചെയ്തപ്പോൾ അത് കംപ്ലീറ്റ്ലി മറന്നുപോയി. പിന്നെ ഹിന്ദിയിലോട്ടായി. ഇപ്പൊ കന്നഡ വരത്തില്ല, ഇപ്പൊ ഹിന്ദിയും വരത്തില്ല, ഇപ്പൊ വേറെ എന്തൊക്കെയോ വരുന്നത്. But why? The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? ബട്ട് എനിവേ കുറച്ച് എല്ലാം അറിയാം. ഹിന്ദിയും അത്യാവശ്യം നന്നായിട്ട് അറിയാം. പക്ഷേ ഗ്രാമർ മിസ്റ്റേക്സ് ആണ് പ്രശ്നം. പിന്നെ കന്നഡ കേട്ടാൽ നന്നായി മനസ്സിലാക്കാൻ പറ്റും, സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. 4.5 years പഠിച്ചു ഇറങ്ങി. അത് കഴിഞ്ഞ് ഐ തിങ്ക് ഞങ്ങൾക്കൊരു ക്യാമ്പസ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഒരു ഡൽഹിയിലൊരു ദില്ലിയല്ല, നോയിഡ, ഉത്തർപ്രദേശ് ഒരു ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ ക്യാമ്പസ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. സോ അതിൽ ഞങ്ങൾ 2 പേരും സെലക്റ്റഡ് ആയി. സോ പഠിച്ചിറങ്ങി കോഴ്സ് കഴിഞ്ഞ് ഞങ്ങളൊരു 15 ദിവസം വീട്ടിൽ വന്നു. ആ ഒരു ബ്രേക്ക് കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞുകൊണ്ട് നമ്മൾ ജോയിൻ ദ ഹോസ്പിറ്റൽ ലൈക്ക് കൈലാഷ് ഹോസ്പിറ്റൽ ആൻഡ് ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ നോയിഡ. അവിടെയാണ് ഞങ്ങൾ ജോലി ചെയ്തത്. ഐ തിങ്ക് 4.5 years. 3.5 years അവിടെ 3.5 വർഷം ഞങ്ങൾ അവിടെ നോയിഡയിലായിരുന്നു. ഞാൻ കാത്ത് ലാബിലും റിയ കാർഡിയാക് കോച്ചിയിലുമാണ്. ഓപ്പോസിറ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ലഞ്ച് കഴിക്കാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ഒക്കെ പോവായിരുന്നു കേട്ടോ. പുട്ട് ഇതൊന്നല്ല പുട്ട് എന്ന് പറഞ്ഞാലും ഞങ്ങള് സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയത്ത് ഞങ്ങൾ കുറെ ആൾക്കാർക്ക് പുട്ട് വേണ്ട. അപ്പൊ ഈ ചെറിയ കുറ്റിയിലൊന്നും പുട്ടുണ്ടാക്കിയാ തയ്യൂല. കാരണം നമുക്ക് നഴ്സിംഗ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മളെ പഠിപ്പിക്കുന്ന ബേസിക് കാര്യങ്ങളാണ് സ്റ്റുഡൻ്റ് ആയിരിക്കും. പക്ഷെ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ കയറുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് എപ്പോഴും ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരിക്കും. അത് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളതല്ല നമ്മൾ അവിടെ ചെയ്യുന്നത്. വെൻ ഇറ്റ് കംസ് ടു ദ വർക്ക് ദേർ ആർ ലൈക്ക് ഡിഫറെന്റ് ആസ്പെക്ട്സ്. സോ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും അതൊക്കെ തരണം ചെയ്തു. ജോലി ചെയ്തു. സോ അങ്ങനെ 3.5 years. ഞങ്ങൾക്ക് അതിന് മുമ്പുള്ള പ്ലാൻസ് ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പ്ലാൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും പുറത്ത് പോകണം. അതാണല്ലോ എല്ലാ നഴ്സസിൻ്റെയും ഡ്രീംസ്. സോ ഞങ്ങൾ അങ്ങനെ കുറേ കാനഡ പ്രോസസിംഗ് ഒക്കെ കാനഡ PR പ്രോസസിംഗ് ഒക്കെ ട്രൈ ചെയ്തു. പക്ഷെ അതെല്ലാം ഫ്ലോപ്പായി. അതൊന്നും സക്സസ്ഫുൾ ആയില്ല. ബിക്കോസ് അതിൻ്റെ സക്സസ് റേറ്റ് ഇസ് വെരി ലോ. അത് മാത്രമല്ല, ഈ കുറേ ഏജൻസികളൊക്കെ ഉണ്ട് നമ്മളെ കാനഡയ്ക്ക് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് കളിപ്പിക്കുന്നതും പൈസ തട്ടിക്കുന്നതും അതിലൊക്കെ പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. സോ അതൊന്നും ജെന്യൂൻ ആയിരുന്നില്ല. പോയിട്ടുള്ളവരുണ്ടാവും കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് വന്ന എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ പറയുന്നത്. ബട്ട് ഫൈനലി ഞങ്ങൾ എത്തിച്ചേർന്നത് അയർലൻഡിലാണ്. പക്ഷെ ഞങ്ങളുടെ ഒരു ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു കൺട്രി ആയിരുന്നില്ല അയർലൻഡ്. ഞങ്ങളുടെ ലിസ്റ്റിൽ UK പോകണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. UK, US, കാനഡ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു വലിയ ആഗ്രഹം കേട്ടോ. ബട്ട് ഞങ്ങൾ അങ്ങനെ 3.5 വർഷം അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയം തന്നെ, അതായത് ഒരു 3 വർഷത്തിന് മുമ്പ് 2.5 വർഷം ആയപ്പം തന്നെ ഞങ്ങൾ OET പഠിക്കാൻ തുടങ്ങിയായിരുന്നു. OET പഠിച്ചിട്ട് കിട്ടിയ സ്കോർ ഇവിടുത്തെ അയർലൻഡ് സ്കോറാണ്. എന്തോ 4 B കിട്ടിയാലാണ് UK, 3 Bയും 1 Cയും കിട്ടിയാലും അയർലൻഡ്. അങ്ങനെ എനി മോഡ്യൂൾസ് അയർലൻഡിന് വേണ്ട ഒരു ഞങ്ങൾക്ക് 2 പേർക്കും ലക്കിലി അയർലൻഡ് സ്കോറാണ് കേട്ടോ. അപ്പം നമുക്ക് മനസ്സിലായി ദൈവത്തിന് നമ്മളെ അയർലൻഡിലേക്ക് വിടാനാണ്. പക്ഷെ അപ്പോഴും ഞങ്ങൾ ഹാപ്പി ആയിരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് UK പ്രോസസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ കയറിപ്പോ. പക്ഷെ അയർലൻഡ് പ്രോസസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഗുഡ്. Ireland is a well-paid country compared to UK. But the thing was, it takes long time. അതായിരുന്നു എപ്പോഴും വിഷമം. കാരണം അയ്യോ അത്രയും നാളൂടെ നമ്മൾ അവിടെ ജോലി ചെയ്യണമല്ലോ എന്നൊരു വിഷമം ഉണ്ടായി. ബട്ട് ഇറ്റ് വാസ് എ ഹാർഡ് ടൈം. കാരണം നമ്മൾ എപ്പോഴും പരിശ്രമിച്ച് കാത്തിരുന്ന് കിട്ടുന്നതിന് എപ്പോഴും ഒരു മധുരം ഉണ്ടാവും എന്ന് പറയുന്നത് പോലെയായിരുന്നു. കാരണം 1.5 years ഞങ്ങൾ എടുത്തു. ഒരു more than a year എടുത്തു ഞങ്ങളുടെ NMBA പ്രോസസ്, നാഷണൽ മിഡ്വൈഫറി ബോർഡ് ഓഫ് അയർലൻഡ് എന്നിടത്തുള്ളത് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടേ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂ. ഇവിടെ വന്നിരുന്നാലും നമുക്ക് എക്സാം, അഡാപ്റ്റേഷൻ, അങ്ങനെ ഒത്തിരി ചോയ്സ് അങ്ങനെ ഒരു അതായത് ഇവിടേക്ക് പ്രോസസ്സിങ് ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്ക് ഇപ്പോൾ അറിയായിരിക്കും. ഇവിടെ വന്ന് നഴ്സായി ജോലി ചെയ്യണമെങ്കിൽ ഏതർ നിങ്ങൾ അഡാപ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് എക്സാമിന് പേര്, ആപ്റ്റിറ്റ്യൂഡ് എക്സാം. ആപ്റ്റിറ്റ്യൂഡ് എക്സാം എഴുതി പാസ്സായാലും മാത്രമേ നിങ്ങൾക്ക് ഇവിടുത്തെ നഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടത്തുള്ളൂ. അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു വീഡിയോ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഒരുപാടുണ്ട്
പറയാൻ പ്രോസസ്സിങ് അതും കാര്യങ്ങളൊക്കെ ഞങ്ങൾ സൂപ്പർഫിഷ്യലായിട്ട് ജസ്റ്റ് സംസാരിച്ച് പോകുന്നു. അങ്ങനെ ഞങ്ങൾ പ്രോസസ്സിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ആദ്യം കഴിഞ്ഞത് ശരിക്കും ഞങ്ങൾ അപ്ലൈ ചെയ്തത് ഒരേ ദിവസമാണ്. നിങ്ങൾ കണ്ടോണം, ഞങ്ങൾക്ക് ഡിസിഷൻ ലെറ്റർ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതായത് നമുക്കൊരു സാങ്ഷൻ ലെറ്റർ പോലെ അത് കിട്ടിയതും ഒരേ സമയം വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് ഓഫ് ഡിഫറൻസ്. വാട്ട് എ മിറക്കിൾ. അങ്ങനെ സാധാരണ ആൾക്കാർക്ക് കിട്ടാറില്ല. പലപ്പോഴും പല ഡിഫറെൻറ്റ് ടൈമിലാണ്. ഈവൻ സെയിം ഡേ അപ്ലൈ ചെയ്തവർക്ക് ചിലപ്പോൾ 1 മാസം 6 മാസം കഴിഞ്ഞ് കിട്ടുന്നവരുണ്ട്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും അപ്ലൈ ചെയ്തത് ഒരു ദിവസം, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡിസിഷൻ ലെറ്റർ കിട്ടിയത് ഒരേ ദിവസം. മേ ബി ഒരു 2 minutes 3 minutes ഡിഫറൻസിലായിരുന്നു. അതും ജൂലൈ ഫസ്റ്റ് ആദ്യം ചിന്നുന് കിട്ടി, നിനക്ക് കിട്ടി അല്ലേ? അത് കഴിഞ്ഞിട്ട് എനിക്കൊന്നൊരു ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് മെയിൽ ചെക്ക് ചെയ്തിന് എനിക്ക് വന്നോ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്തപ്പോൾ എനിക്ക് വന്നു. ഇറ്റ്സ് ലൈക്ക് വി ബോത്ത് വെയർ ലൈക്ക് ഓൺ ക്ലൗഡ് 9. ഒത്തിരി സന്തോഷമായി. കാരണം നാട്ടിൽ നിൽക്കുന്ന എല്ലാ നഴ്സുമാരുടെ ഒരു വലിയ ആഗ്രഹമാണ് എബ്രോഡിലേക്ക് പോകുക എന്നുള്ളത് അല്ലേ. സോ നമ്മളങ്ങനെ കാത്തിരിക്കുമ്പം അവസാന നിമിഷം നമ്മൾ ഇത്രയും നാൾ പ്രോസസ്സിങ്ങും പേപ്പർ വർക്കും കുറേ പൈസയൊക്കെ ചിലവാക്കിയിട്ടാണ് നമ്മൾ OET എഴുതുന്നതും അതിൻ്റെ കോച്ചിങ് അറ്റൻഡ് ചെയ്യുന്നതും എല്ലാം. 35,000 എങ്ങാണ്ടൊക്കെയാണ് OET. പിന്നെ അതിൻ്റെ പ്രോസസ്സിങ്ങിന് വേറെ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് ഫ്രം യൂണിവേഴ്സിറ്റി, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളത്. മാത്രമല്ല പൈസയുടെ കാര്യം പോട്ടെ, ആ കാത്തിരിപ്പ് അതാണ് ഏറ്റവും വിലപ്പെട്ടത്. അങ്ങനെ ആ കാത്തിരിപ്പിന് ശേഷം നമുക്ക് ആ ഒരു ഡിസിഷൻ ലെറ്റർ കയ്യിലേക്ക് കിട്ടുന്ന ആ ഒരു സമയം അത് ഭയങ്കരമായിരുന്നു. ആക്ച്വലി ഞാൻ രണ്ട് ഹോസ്പിറ്റലിലേക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു. ഈ മാറ്റർ പ്രൈവറ്റിലേക്ക് കിട്ടിയായിരുന്നു. ഫസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് മാറ്റർ പ്രൈവറ്റിന് വേണ്ടിയാണ്. പബ്ലിക് അല്ലേ ആദ്യം? മാറ്റർ പ്രൈവറ്റ് അത് കഴിഞ്ഞ് പബ്ലിക്. ആക്ച്വലി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാ ഹോസ്പിറ്റലിലും ഇപ്പം ചിന്നു വർക്ക് ചെയ്യുന്നത് കാറ്റ്ലാബിലാണ്. സോ ഞാൻ കോച്ചിലാണ്. ഒരേ ഹോസ്പിറ്റലിൽ 2 ഡിപ്പാർട്ട്മെൻറ്റിലും വേക്കൻസി കിട്ടണമെന്നില്ല. സോ ഫൈനലി വി എൻഡഡ് അപ്പ് ഇൻ ഡിഫറെൻറ്റ് ഹോസ്പിറ്റൽ. അതും ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരേ ഹോസ്പിറ്റലിൽ വർക്ക്, കാരണം ഇതുവരെ ഞങ്ങൾ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എങ്ങും വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്തു, ഞാൻ മാറ്ററിലാണ് ആദ്യം അപ്ലൈ ചെയ്തത്. എനിക്ക് അവിടെ ഇൻ്റർവ്യൂ പാസ്സായി, എനിക്ക് കിട്ടി, ഇത് കിട്ടി, ഓഫർ ലെറ്റർ കിട്ടി. അപ്പോൾ ചിന്നൂന് ആഗ്രഹം അവിടെ തന്നെ. പക്ഷേ അപ്പം ഞാൻ അവരുടെ ഹോസ്പിറ്റലുകാർക്ക് മെയിൽ അയച്ചപ്പോൾ അവർ പറഞ്ഞത് അവിടെ വേക്കൻസീസ് ഒന്നും ഇല്ല. സോ ഫൈനലി ലൈക്ക് വി ഹാവ് ടു ലുക്ക് ഫോർ അനദർ ഹോസ്പിറ്റൽ. സോ അങ്ങനെയാണ് ചിന്നു. ഞാൻ ബ്ലാക്ക് റോക്കിൽ, ഇവിടെ ബ്ലാക്ക് റോക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്. അവിടെ അപ്ലൈ ചെയ്ത് ഇതുപോലെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അത് കിട്ടി. അവർ പെട്ടെന്ന് തന്നെ എനിക്ക് ഓഫർ ലെറ്റർ എല്ലാം അയച്ചു തന്നു. ബട്ട് അവർ പ്രോസസ്സിങ് വളരെ ഡിലേഡ് ആയിട്ടാണ് ചെയ്തത്. സോ അത്രയും സമയം വെയിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് 6 month ഡിലേ ആണ് പറഞ്ഞത്. ആക്ച്വലി അപ്പം എൻ്റെ ഓൾമോസ്റ്റ് ATPയിലൊക്കെ അപ്ലൈ ചെയ്തു. ഓൾമോസ്റ്റ് പ്രോസസ് കഴിയാറായി 90% ആയി. അപ്പോഴും എൻ്റെ ഇൻ്റർവ്യൂവിൽ നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു നീ തന്നെ എനിക്ക് അറേഞ്ച് ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വഴി എൻ്റെ ഒരു ഫ്രണ്ട് വഴി കിട്ടിയൊരു നമ്പർ വഴി ഒരു ഐറിഷ് ഒരു റിക്രൂട്ടർ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പം ആ പുള്ളിക്കാരിയോട് സംസാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ സിസ്റ്ററിന് ഓൾറെഡി ഓഫർ ലെറ്റർ ഉണ്ട്. ബിക്കോസ് ദേ ഗീവ് വാല്യൂ ടു ദ പീപ്പിൾ ഹു ഹാവ് ഓഫർ ലെറ്റർ ഓൾറെഡി. കാരണം ഹോൾഡേഴ്സ് ആയിട്ടുള്ളവർക്ക് അവർ കുറച്ച് ഓഫർ ലെറ്റർ ഡിസിഷൻ ലെറ്റർ ഹോൾഡേഴ്സിന് അവർ കുറച്ചുകൂടെ പ്രയോറിറ്റി കൊടുക്കും. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു എൻ്റെ സിസ്റ്ററിൻ്റെ ഓഫർ ലെറ്റർ ഉണ്ട്. ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇൻ്റർവ്യൂവിന് ചെയ്യാമെന്ന് കരുതി. അങ്ങനെയാണ് ഷീ ഗോട്ട് എൻ ഇൻ്റർവ്യൂ ഫ്രം ബീക്കൺ ഹോസ്പിറ്റൽ വേർ ഐ ആം വർക്കിംഗ് റൈറ്റ് നൗ. അങ്ങനെ ബീക്കൺ ഹോസ്പിറ്റലിൽ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് സത്യം പറഞ്ഞാൽ ഒറ്റ ദിവസത്തിനുള്ളിൽ അവർ എനിക്ക് ഓഫർ ലെറ്റർ അയച്ചു തന്നു. നെക്സ്റ്റ് ഡേ അവർ ATPകളുടെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. സോ ഇറ്റ് വാസ് വെരി ക്വിക്ക് അവരുടെ ഫാസ്റ്റ്. സോ ബൈ ദ ടൈം ഞാൻ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ബൈ ദ ടൈം ഐ വാസ് ഓൾറെഡി ഇൻ ദ ഫ്ലൈറ്റ്. ഞാൻ പോയത് ഓഗസ്റ്റ് 3 ഞാൻ അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി. ആ ഫ്ലൈറ്റ് കയറിയ കഥ വലിയൊരു കഥയാണ്. അതെന്തായാലും ഇതിനകത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ആ സന്തോഷത്തിന് മുമ്പുള്ള ഒരു ദുഃഖം ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചിക്കുന് പോകാൻ വിസയൊക്കെ അപ്ലൈ ചെയ്ത് വിസയൊക്കെ കിട്ടി. ഇനി ടിക്കറ്റ് എടുത്താൽ മതി. അപ്പോൾ ഹോസ്പിറ്റലുകാർ ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്നാന്ന് കൺഫേം ചെയ്ത് ഡേറ്റ് പറഞ്ഞില്ല. കാരണം ചിക്കുൻ്റെ ഹോസ്പിറ്റലിൽ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 3 to 5 months നമ്മൾ ഒരു ഹാഫ് സാലറിയിൽ വർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഇറ്റ്സ് ലൈക്ക് എ പ്രൊബേഷൻ പീരീഡ്. അതായത് നമ്മളെ അവർ അസസ് ചെയ്യും നമ്മുടെ വർക്കിംഗ് ടൈം, നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. സോ നമ്മൾ അവരുടെ ആ ഒരു സ്റ്റാൻഡേർഡ്സിനൊത്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അവരെ പെർമനൻ്റ് ആക്കും. അങ്ങനെയാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ചായ കുടിക്കാൻ ഒരു ദിവസം വൈകിട്ട് കേട്ടോ. വീട്ടിലാണ് ഭയങ്കര വെള്ളപ്പൊക്കം. ഞങ്ങളുടെ ചാത്തങ്കേരി ആ കുട്ടനാട് സൈഡിൽ നിന്നൊക്കെ ഭയങ്കര വെള്ളം പോകുന്ന കുട്ടനാടല്ല അത് ആക്ച്വലി മേപ്രാൽ സൈഡ്. എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എത്ര പേർക്കറിയാം. മേപ്രാൽ ആ സൈഡിൽ ഭയങ്കര വെള്ളം കയറുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ ഫ്ലഡ് അല്ല, വീട്ടിനകത്തോടൊന്നും വെള്ളം കയറത്തില്ല. ബട്ട് സ്റ്റിൽ ആ വീടിന്റെ വാതിലും റോഡിലും ഒക്കെ ഭയങ്കരമായിട്ട് വെള്ളം. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് അന്ന് ഭയങ്കര വെള്ളം പൊങ്ങിക്കിടക്കുന്ന സമയമാണ്. അപ്പോൾ ചിക്കുവിന് പോകാൻ സമയമാകുന്നതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കണമല്ലോ പോകാനുള്ളതിൻ്റെ. അപ്പം അതിനായിട്ട് മമ്മിയും ചിക്കും കൂടെ നീന്തി അതായത് സിറ്റി വരെ പോയി. അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് പോയി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നത്. വീട്ടിൽ വന്നപ്പോൾ വരുന്ന വഴി ഇവരെന്തോ സ്നാക്സ് ഒക്കെ മേടിച്ചു. എനിക്കൊന്ന് പരിപ്പോടെ കണ്ടൊക്കെ മേടിച്ചുകൊണ്ട് വന്നു.
ഉണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് അമ്മച്ചിയും ഞാൻ അനീത്തി എല്ലാവരും ചായ കുടിക്കുമായിരുന്നു. ചായ കുടിക്കുന്ന സമയത്താണ് ചിക്കുവിൻ്റെ ഏജൻസിയിലെ ആ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞത് റിയയുടെ ടിക്കറ്റ് കണ്ടോ എന്ന് ചോദിച്ചു. കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടാ ഞാൻ കണ്ടില്ല. ഓക്കെ, ഞാനിങ്ങനെ ചുമ്മാ ചെക്ക് ചെയ്ത് ഓക്കെ ടിക്കറ്റ് വായിച്ചു. ഇങ്ങനെ ടൈം നോക്കിയപ്പോൾ ഞാൻ ഇപ്പം ഞാൻ ലൈക്ക് ഫോർ എക്സാമ്പിൾ എനിക്ക് തോന്നുന്നു ഒരു വൈകിട്ട് ഒരു 5 മണിയൊക്കെ സമയമല്ല, 6 മണിയായി കാണും. ഫ്ലൈറ്റ് എത്ര മണിക്കാണെന്നറിയോ? കൊച്ചിന്ന് 11:30 അല്ലേ? 11:30 1 മണിക്ക്. 1 മണിക്ക് അങ്ങോട്ട് ആ ഡിഫറൻസിൽ ഫ്ലൈറ്റാണ് എനിക്ക്. സോ എത്ര അവേഴ്സ് ഉണ്ട് നിങ്ങൾ ഓർത്തോളം. നമ്മൾ ടാക്സി ബുക്ക് ചെയ്തിട്ടില്ല, അങ്ങനെ പല കാര്യങ്ങൾ. അത് ഈ വെള്ളത്തിനിടയിൽ ആരും കംപ്ലീറ്റ്ലി പാക്ഡും അല്ല, ലൈക്ക് വി ആർ നോട്ട് കംപ്ലീറ്റ്ലി ഫുള്ളി റെഡി ടു ട്രാവൽ. അപ്പോൾ എനിക്കൊരു ഓപ്ഷനും ഇല്ല, കാരണം വണ്ടി വരാനുള്ള ഒന്നുമില്ല. ഇരുന്ന ഇരിപ്പിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എന്ത് ചെയ്യണമെന്ന് അത്ര എനിക്ക് കരയാൻ മാത്രമേ വരുന്നുള്ളൂ. മമ്മി ഒരു സൈഡിൽ നിന്ന് കരയാൻ തുടങ്ങി, അന്നു ഒരു സൈഡിൽ നിന്ന് കരയാൻ തുടങ്ങി. കാരണം ഞാനിപ്പോൾ പോവുക വിത്തൗട്ട് കാരണം നമുക്ക് ഒന്ന് മെന്റലി പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. പെട്ടെന്നായിപ്പോയി എല്ലാം. ആൻഡ് എങ്ങനെ പോകണമെന്ന് അറിയില്ല. കാരണം ഭയങ്കര മുട്ടിന് മുകളിൽ ഈ തൊടയുടെ ഭാഗത്തോളം വെള്ളമുണ്ട്. ഒരു ഡ്രൈവേഴ്സും വിളിച്ചാൽ വരില്ല. എല്ലാരും പറയുന്ന വണ്ടിയുടെ ഇതിനകത്ത് വെള്ളം കയറും, അങ്ങോട്ട് വരാൻ പറ്റില്ല. ഇത്ര ലഗേജ് വെച്ച് എങ്ങനെയാ പോകുന്നത്? സോ ഞങ്ങളുടെ നെയ്ബേഴ്സുള്ള ചേട്ടന്മാരൊക്കെ കുറച്ചൊരു സ്കൂട്ടറിലൊക്കെ ഇങ്ങനെ പെട്ടി ഇങ്ങനെ വെച്ച് അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്തത് ഭയങ്കര കേട്ടോ. കാരണം അത്രയും വെള്ളത്തിനിടയിൽ ഈ വണ്ടിയും വെച്ച് അങ്ങനെ ഒരിക്കലും 4 ബൈക്ക് ഞങ്ങളുടെ നെയ്ബേഴ്സ് കുറേ ചേട്ടന്മാരൊക്കെ ഉണ്ട് കേട്ടോ. അവരൊക്കെ കൂടെ ഹെൽപ്പ് ചെയ്ത് ഞങ്ങൾ ബൈക്കിനകത്ത് 1, 2, 3 ലഗേജ് കയറ്റി. പിന്നെ ചിക്കുവിനെ എന്നെയും വേറൊരു ലഗേജ്, അതായത് വേറൊരു ബൈക്കിൽ കയറ്റി. ഞങ്ങൾ അങ്ങനെയാണ് അടുത്തുള്ളൊരു സിറ്റി വരെ വന്നിട്ട് പിന്നെ അവിടെ നിന്നൊരു ഇന്നോവ ടാക്സി ഞങ്ങൾ വിളിച്ചു അറിയാവുന്ന ഒരാളുടെ. അങ്ങനെ അവിടെ നിന്നാണ് ഞങ്ങൾ പോയത്. സോ ഞാൻ ആ ഇരുന്ന ഇരിപ്പിലായി. ഞാനൊരു ശരിക്കും ഒന്ന് ഫ്രഷ് ആകാതെ പോലും ആണ് പോയത്. എൻ്റെ ബാഗിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് പോലും എനിക്ക് ഷുവർ അല്ല. കൈ കിട്ടിയ സാധനങ്ങൾ എടുത്ത് ഇട്ട തുണി ഇട്ടുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതാണ്. ബാക്കി കഴിച്ചത് പോലും എയർപോർട്ടിന് അടുത്ത് വരാറായപ്പോഴാണ്. കാരണം 3 hours മുമ്പ് നമ്മളെപ്പോഴും ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സിനൊക്കെ 3 hours മുമ്പ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യണം. സോ ആകെപ്പാട് ആൻസൈറ്റി ആണ്. കാരണം അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രാവൽ. സോ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ എയർപോർട്ട് അസിസ്റ്റൻസ് ഒക്കെ എടുത്തു. ബിക്കോസ് ഐ ഡോണ്ട് നോ ദാറ്റ് ചെക്കിനും അതും എന്താ സെക്യൂരിറ്റി ചെക്കിനും അതൊക്കെ എന്താണെന്ന് അറിയത്തില്ല. കാരണം ഇന്റർനാഷണൽ ട്രാവലിംഗ് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു. ചിന്നൂരും ഭയങ്കര വിഷമമായി. കാരണം ഞങ്ങൾ അങ്ങനെ മാറി നിന്നിട്ടേ ഇല്ല. സത്യം പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്തേക്ക് 24 വയസ്സായിരുന്നു അല്ലേ, അയർലൻഡിലേക്ക് വരുന്ന സമയം. ഇപ്പം ഞങ്ങൾ 3 വർഷം കഴിഞ്ഞു. 3.5 വർഷമായി. 3.5 വർഷമാകുന്നു. അപ്പം ഇങ്ങോട്ട് വന്ന സമയത്ത് ഒന്നും അറിയത്തില്ല സത്യം പറഞ്ഞാൽ. ബേസിക് ആയിട്ടുള്ള ഒരു ട്രാവലിങ്ങിൻ്റെ കാര്യങ്ങളോ ഒരു കാര്യങ്ങളോ അറിയത്തില്ല. അത് മാത്രമല്ല ഞങ്ങൾ ഒരിക്കലും മാറി നിന്നിട്ടില്ല എന്നുള്ളതാണ്. ശരിക്കും ഞങ്ങളൊന്ന് മാറി കിടന്നിട്ട് പോലും ഇല്ല. ചെറുപ്പം മുതലേ ഒരു പനിയൊക്കെ വന്നപ്പോൾ വേണേൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറി കിടന്നു, അല്ലാതെ ഞങ്ങൾ മാറി കിടന്നിട്ടില്ല. അതുകൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു ആ ഒരു സെപ്പറേഷൻ്റെ ടൈം. ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ ഒരു 1-2 ദിവസം ആഹാരം പോലും കഴിച്ചില്ല ആ ഒരു സമയത്ത്. ദ ഗുഡ് തിങ് ഈസ് ഒരു മാസം കഴിഞ്ഞ് പുള്ളിക്കാരി എത്തി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവളെ ഇങ്ങോട്ട് റിസീവ് ചെയ്യാൻ വേണ്ടി. അവൾ എയർപോർട്ടിലൊന്നും വന്നില്ല, കാരണം അവൾ വർക്കിംഗ്. ഞങ്ങളുടെ ഏജൻസിക്കാർ തന്നെ നമുക്ക് പിക്കപ്പ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ഐറിഷ് ഒരു ലേഡിയുടെ കൂടെ ആയിരുന്നു എനിക്ക് സ്റ്റേ ഹോസ്പിറ്റലിൽ അറേഞ്ച് ചെയ്തിരുന്നത്. ഗുഡ് തിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ ഹോസ്പിറ്റലും അങ്ങനെ പ്രൊവൈഡ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ 2 പേരുടെ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ നമുക്കൊരു 2 months ഒരു ഫ്രീ അക്കോമഡേഷൻ, പെയ്ഡ് അക്കോമഡേഷൻ ഹോസ്പിറ്റലിൽ നമുക്കത് കിട്ടിയിരുന്നു. നല്ല അക്കോമഡേഷൻ ആയിരുന്നു. അവർ ഫുഡും, എൻ്റെ ഐറിഷ് ലേഡി എനിക്ക് ഫുഡ് കുക്ക് ചെയ്ത് തരാറുണ്ട്. പിന്നെ ഇവിടുത്തെ ആ ഒരു ഫുഡ് സ്റ്റൈലൊന്നും നമുക്ക് പിടിക്കാത്തത് കൊണ്ട് നമ്മൾ മിക്കവാറും നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. ഗുഡ് തിങ് ഈസ് ഇവിടെ നമ്മുടെ ഇന്ത്യൻ വർക്ക് കൾച്ചറും നമ്മുടെ ഇപ്പം ഐറിഷ് എന്ന് പറയാം, ഐറിഷ് വർക്ക് കൾച്ചർ ഈസ് ലൈക്ക് വേ ഡിഫറെൻറ്റ്. So once you start working in here, you will never feel like going back to India, especially India, because India I would say ഞാൻ തെറ്റായിട്ട് പറയല്ല, നഴ്സിങ്ങിൻ്റെ ആ ഒരു ഐ ഡോണ്ട് നോ വർക്കിംഗ് സ്റ്റൈൽ, ഒരു ഡേ ലൈഫ് ബാലൻസ് ഉണ്ടല്ലോ, അതൊട്ടും ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് അത്ര ഒരു വർക്ക് ലോഡ് ഇല്ല. ഇവിടെ ഉണ്ട്, ജോലി ചെയ്യണം. ബട്ട് ദ തിങ് ഈസ് വി ഡോണ്ട് ഹാവ് ദാറ്റ് ഇമ്മൻസ് ഇമോഷണൽ സ്ട്രെസ്. അല്ലെ അത് ചെയ്യണം, അങ്ങനെ ഒരു സ്ട്രെസ്സിൽ കൂടെ നമ്മൾ പോകുന്നത്. ഇവിടെ എല്ലാവരും ചില്ലാണ്. ബട്ട് അതാണ് ഇവിടെ ഇറ്റ്സ് ലൈക്ക് പീപ്പിൾ ഹിയർ കോൾ ഇറ്റ് ആസ് ലൈക്ക് വർക്ക് ലൈഫ് ബാലൻസ്. അത് നമുക്ക് നല്ലൊരു കാര്യമാണ് ഇവിടുത്തെ നഴ്സസ് ലൈഫിന്. കാരണം നാട്ടിലെ ഞാൻ വർക്ക് ചെയ്ത്, ഞങ്ങൾ 2 നാട്ടിൽ വർക്ക് ചെയ്തിട്ടാണ്. എനിക്കൊന്നൊരു 24/7 ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. കാരണം കാത്തലാവ് എന്ന് പറയുന്നത് എപ്പോഴും കോൾ ഡ്യൂട്ടി കിട്ടുന്ന ഒരു സമയം. കാരണം മിക്കവാറും നമ്മൾ ജോലി ചെയ്ത് വന്ന് തളർന്നിരുന്ന് ഫുഡ് കഴിക്കാതിരിക്കുമ്പോഴേക്കും അടുത്ത കോൾ വരുന്നത്, തിരിച്ച് ഹോസ്പിറ്റലിൽ പോകണം. പിന്നെ വരുന്നത് ചിലപ്പോൾ രാവിലെ ആയിരിക്കും, എന്നിട്ട് വീണ്ടും റെഡി ആയി പോകണം. സോ അതൊക്കെ പോട്ടെ. എന്തായാലും അയർലൻഡിലെത്തി. അങ്ങനെ അയർലൻഡിലെത്തി ഇവള് വന്നു കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ്, കൃത്യം 1 മാസമായപ്പോൾ ഞാൻ വന്നു. പക്ഷേ ഞാൻ വലിയൊരു സ്ട്രെസ്സുമായിട്ടാണ് വന്നത്. കാരണം എനിക്കിവിടെ അഡാപ്റ്റേഷൻ അല്ല, ആപ്റ്റിറ്റ്യൂഡ് എക്സാം. അതെന്ന് പറയുന്നത്
പറയുന്നൊരു സത്യം പറഞ്ഞാൽ 2 day എക്സാം ആണ്. അതായത് തിയറിയും പ്രാക്ടിക്കലും ഉള്ള. അതിന് ഞാൻ കോച്ചിങ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ഒരു ഫുൾ സിലബസ് ഒക്കെ കവർ ചെയ്തിട്ട് വേണം നമ്മൾ ഇങ്ങോട്ട് വരാൻ. ആ ഒരു വരുന്ന സമയത്തൊക്കെ അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് റൂമേഴ്സ് ഒക്കെ വരും, തോപ്പിക്കും, ഭയങ്കര ടഫാണ്. റിയലി ടഫ്. അതിന് 2 attempts ഉള്ളൂ. നിങ്ങൾ 2 attempts ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ you have to go back to India. Then you have to go back to India and then again you have to start from the scratch. ഈ പ്രോസസ്സിൽ NMBA പ്രോസസ്സിങ് വിച്ച് ഞങ്ങളൊരു വർഷം എടുത്ത് ഫിനിഷ് ചെയ്ത ആ പ്രോസസ്സിങ് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ഫിനിഷ് ചെയ്ത് വീണ്ടും വരണം ഇവിടെ, വീണ്ടും എക്സാം എഴുതണം. അങ്ങനെയാണ് എടുത്തേക്കുന്നത്. സോ ലൈക്ക് എവറിബഡി വിൽ ബി ലൈക്ക് ഓൺ പോയിന്റ്. ലൈക്ക് എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ ആയിരിക്കും എനിക്കിത് ഫസ്റ്റ് ടൈം അല്ലെ സെക്കൻഡ് ടൈം തന്നെ ക്ലിയർ ചെയ്യണം. കാരണം 14 സ്റ്റേഷൻസ് ഉള്ള എക്സാംസ്. മോസ്റ്റ് ഓഫ് ദ അയർലൻഡിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ നഴ്സുമാർക്കും അറിയാമായിരിക്കും ഹൗ ഡിഫിക്കൽട്ട്. ഫോർച്ചുനേറ്റ്ലി എനിക്ക് അഡാപ്റ്റേഷൻ ആണ്. എക്സാമിന് ടെൻഷനൊന്നും ഇല്ലായിരുന്നു. ബട്ട് സം മാനേജേഴ്സ് വിൽ കം ത്രൂ യു ലൈക്ക് കം ടു യു ലൈക്ക് എന്ത് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്, ലൈക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും നമ്മൾ ചെയ്യുന്ന വർക്കിനെ പറ്റി. ചിലപ്പം നീ അത് ശരിയായിട്ടാണോ ചെയ്തത്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളെ കുറച്ച് നമ്മൾ മോണിറ്റേർഡ് ആയിരിക്കും. അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. വളരെ റിലാക്സ്ഡ് ആണ് എൻ്റെ അഡാപ്റ്റേഷൻ. എനിക്കൊന്ന് 2.5 months എടുത്തു എൻ്റെ അഡാപ്റ്റേഷനും. അത് ഒരു പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞ് ഞാനൊരു കംപ്ലീറ്റ് രജിസ്റ്റേർഡ് നേഴ്സാണ്. ബട്ട് ഫോർ ചിന്നു അവൾ 2 ദിവസം എക്സാം കഴിഞ്ഞു. 2 ദിവസം ഞാൻ ശരിക്കും ടെൻഷനിലായിരുന്നു. അതാണ് പറയേണ്ട കാര്യം. കാരണം അവൾ ഒരു 2.5 മാസം മോണിറ്ററിങ്ങിലായിരുന്നെങ്കിൽ ഞാൻ 2 ദിവസം മോണിറ്ററിങ്ങിലായിരുന്നു. ആൻഡ് ഐ വാസ് ഇൻ എ വെരി സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ. കാരണം എക്സാം ഹോളിൽ പോകണം, ക്യൂ നിൽക്കണം, ഒരു 14 സ്റ്റേഷൻസ് ഓൾ ദ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. ലൈക്ക് ആ ഒരു ഭയങ്കര ടെൻഷനുള്ള ഒരു സമയമാണ്. കാരണം തോക്കുമോ എന്നുള്ള പേടി. കാരണം നമ്മൾ അയർലൻഡിലേക്ക് വന്ന് ഇവരുടെ ലാംഗ്വേജ് മനസ്സിലാക്കാൻ. കാരണം മോസ്റ്റ് ഓഫ് ദ സ്റ്റേഷൻസിലും ഇവിടുത്തെ ഐറിഷ് ആൾക്കാർ തന്നെ ആയിരിക്കും സ്റ്റേഷൻസിൽ ഇരിക്കുന്നത്. അതായത് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ റൗണ്ട് കേട്ടോ. അപ്പം അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവരുടെ ലാംഗ്വേജ് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കുള്ളൊരു പ്രശ്നം ഇതാണ്, ആക്സൻസ് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ചിലർക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് എന്താ ലൈക്ക് പറഞ്ഞാൽ നമ്മളിങ്ങനെ ആലോചിക്കണം നമ്മൾ വീണ്ടും എന്താന്നുള്ളത്. പക്ഷെ ഇപ്പം നമ്മളത് യൂസ് ടു അവരുടെ ആക്സെന്റ് എന്താന്നുള്ളത് നമ്മൾ കുറച്ചൊക്കെ യൂസ് ടു ആവും. കാരണം ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല ഇവരെന്താ ഈ പറയുന്നുള്ളത്. കുറച്ച് സമയം എടുക്കും നമുക്കതെല്ലാം ഒന്ന് മനസ്സിലാവാൻ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ബട്ട് ദൈവകൃപയാല് അങ്ങനെ 2 ദിവസം കൊണ്ട് പുള്ളിക്കാരി രജിസ്റ്റേർഡ് നഴ്സായി. ഇവിടെ 2.5 മാസം കഴിഞ്ഞ് ഞാൻ രജിസ്റ്റേർഡ് നഴ്സായി. ഇതാണ് വ്യത്യാസം. ബട്ട് തിങ് ഈസ് ഞങ്ങൾ രണ്ടുപേരും രജിസ്റ്റേർഡ് നഴ്സസ് ആണ്, വർക്കിംഗ് ഇൻ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. അതെ. സോ പിന്നെ നല്ല 2 പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. നല്ല 2 ഹോസ്പിറ്റലാണ്. നല്ല ഐ തിങ്ക് എനിക്ക് ഡബ്ലിനെ തന്നെ ഏറ്റവും നല്ല ബിഗസ്റ്റ് 2 ഹോസ്പിറ്റലാണ് ഞങ്ങൾ രണ്ടുപേരും. ബീക്കൺ ഹോസ്പിറ്റൽ രണ്ടും ഗ്രോയിങ് ഒരു ഹോസ്പിറ്റലാണ്, വലിയ ഹോസ്പിറ്റലാണ്. അപ്പോൾ അങ്ങനെയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. സോ ഞങ്ങൾക്ക് കുറച്ച് അങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? ഫാഷൻ ഇൻ ദ സെൻസ് ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നതല്ല. ഞങ്ങൾക്ക് മോഡലിംഗ് എന്നും പറയാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് എന്താ പറയുന്നത്, മേക്കപ്പിനോട് ന്യൂ ട്രെൻഡ്സ് ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് മേക്കപ്പ് ഇപ്പം ഞങ്ങൾ മേക്കപ്പ് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് മേക്കപ്പ് ഒന്നും ഇട്ടില്ല. വളരെ ലൈറ്റ് ആയിട്ടുള്ള സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള മേക്കപ്പ് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. നിന്റെ കവളെന്താ ചുവന്ന് കിടക്കുന്നത്? വല്ലതും തേച്ചോ? ഞാനൊന്നും തേച്ചില്ല. ജന്മനാ എന്റെ മുഖം അങ്ങനെയാ. അസൂയ. പിന്നെ കോണ്ടന്റ് ക്രിയേഷൻ എനിക്ക് രണ്ടുപേർക്കും വലിയ ഇഷ്ടമാണ്. ഇവിടെ വന്ന് ഞങ്ങൾ ചെയ്യാൻ തുടങ്ങിയ ഒരു കാര്യമാണ്. സോ അതിനെ റിലേറ്റഡ് ആയിട്ടാണ് ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബിന്റെ ഐഡിയ വന്നത്. വൈ കാൻ വി സ്റ്റാർട്ട്? കാരണം ഇത് കുറേ നാളായിട്ട് ഇങ്ങനെ ടു ഡു ലിസ്റ്റ് കിടക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ആട്ടെ അത് നമുക്ക് ചെയ്യാം. കാരണം ഇന്ന് ഞാൻ ഈ കാണുന്ന ഒരു സെറ്റപ്പ് ഒന്നും ഒരു ദിവസം കൊണ്ടുണ്ടായിരുന്നു. കുറേ നാളത്തെ ഒരു പ്ലാൻ ആണ്. ഈവൻ ദോ ഇറ്റ് ലുക്സ് വെരി സ്മോൾ, ഈ ചെറിയൊരു ഐഡിയ ആണ് തോന്നുന്നെങ്കിലും ഇറ്റ് ഹാവ് എ റിയലി ഹാർഡ് വർക്ക് ബിഹൈൻഡ് ഇറ്റ്. കാരണം ഇതൊരു സെറ്റപ്പ് ഫുൾ ഇങ്ങനെ ആക്കി എടുക്കാൻ ഞങ്ങൾക്ക് കുറച്ച് സമയം എടുക്കും. ഈവൻ ഡിസിഷൻ മേക്കിങ്ങിന് തന്നെ ഞങ്ങൾക്ക് ടൈം എടുക്കും. ആലോചിക്കുന്നത് വേണോ വേണ്ടിയോ. പിന്നെ അത് മാത്രമല്ല സമയം കണ്ടെത്തി ചെയ്യുക എന്നുള്ളതും വലിയൊരു കാര്യമാണ്. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം വളരെ സ്പെഷ്യലാണ് ഞങ്ങൾക്ക് അല്ലേ. കാരണം കുറേ നാൾ കാത്തിരുന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളത്. കാരണം എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ എപ്പോഴും ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോഴും എല്ലാവരും പറയുന്നൊരു കാരണം, നിങ്ങൾക്ക് എന്തൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാരണം പറയുന്നവർക്ക് വളരെ എളുപ്പമാണ്. പക്ഷെ ഇത് ചെറിയൊരു കാര്യമല്ല. കാരണം എനിക്കറിയാം ഇറ്റ്സ് ലൈക്ക് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി ബിക്കോസ് യു ഹാവ് ടു ബി കൺസിസ്റ്റന്റ്. സോ അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ചിലപ്പോൾ എന്തെങ്കിലും കാര്യം കൊണ്ട്, കാരണം ഞങ്ങൾ ചിലപ്പോൾ ഓപ്പോസിറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യും ചില ദിവസം, ചില വീക്കിൽ ഞങ്ങൾ കണ്ടില്ലെന്നേ ഇരിക്കും, അങ്ങനെ ബിസി ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും. ചിലപ്പോൾ കണ്ടന്റ് ക്രിയേഷനുള്ള ചിലപ്പോൾ ടൈം കിട്ടിയില്ലെന്ന് വരും ഞങ്ങൾക്ക്. കാരണം വർക്കും ഇതൂടെ മാനേജ് ചെയ്യാൻ പറ്റാതെ വരും. സോ അത് പക്ഷെ എങ്കിലും ഞങ്ങളിപ്പോൾ ഓർത്ത് വിൽ ഹാർഡ്ലി ഫൈൻഡ് ടൈം ടു ഡു ഇറ്റ് എനിവേ.
സോ വിൽ ട്രൈ അവർ ബെസ്റ്റ്. നിങ്ങളുടെ ഇഷ്ടങ്ങളെ കുറിച്ച് പറഞ്ഞു. ഞങ്ങൾക്ക് ഡാൻസിങ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഞങ്ങൾ ഡാൻസ് പഠിച്ചിട്ടില്ല. പഠിച്ചിട്ടുണ്ട് ശരിക്കും 2-3 വർഷമൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് ക്ലാസിക്കൽ ഡാൻസ് ഒപ്പന കളിച്ചിട്ടുണ്ട്, ബാലനൃത്തം ഇതൊക്കെ കളിച്ചിട്ടുണ്ട്, സംഘനൃത്തം ഈ കലോത്സവത്തിലൊക്കെയുള്ള സംഘനൃത്തമൊക്കെ കളിച്ചിട്ടുണ്ട്. ഇവൻ കലോത്സവത്തിന് ഞങ്ങൾ ഒപ്പനയൊക്കെ കളിച്ചു, സ്റ്റേറ്റ് ലെവലിൽ നമ്മൾ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് നല്ല നല്ല കാര്യങ്ങളുണ്ട്. പിന്നെ പാട്ട് പാടാൻ ഇഷ്ടമാണ്. കൊയറിൽ പള്ളിയിലെ ചർച്ചിലെ കൊയറിലൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ പാട്ട് പ്രൊഫഷണലി ഒന്നും പഠിക്കാൻ പോയിട്ടില്ല, പക്ഷെ പാട്ട് പാടാൻ ഇഷ്ടമാണ്. ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ പ്രൊഫഷണലി ഡാൻസ് ഒന്നും ഒത്തിരി നാൾ പഠിച്ചിട്ടില്ല. വി ക്യാൻ ട്രൈ. അതെ, അതാണ് അല്ലേ. അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ. പിന്നെന്താണ് മേക്കപ്പ് ചെയ്യാൻ ഞങ്ങൾ ചിലവർ പലരും ചോദിക്കുകയാണ് നിങ്ങളുടെ ക്ലോത്ത്സ് നിങ്ങൾ എവിടുന്നാണ് വാങ്ങിക്കുന്നത്, നിങ്ങൾ ഏത് മേക്കപ്പാണ്, നിങ്ങൾ ലിപ് ഷെയ്ഡ് ഏതാന്നൊക്കെ പലരും ഞങ്ങളെ ലൈക്ക് DM അയച്ച് മെസ്സേജ് അയക്കാറുണ്ട് ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ. സോ അവർക്കൊക്കെ ആയിട്ടാണ് ഞങ്ങളുടെ സ്കിൻ കെയർ എന്തായിരിക്കും ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങളുടെ ഡെയിലി സ്കിൻ കെയർസ് ലൈക്ക് വാട്ട് കൈൻഡ് ഓഫ് മേക്കപ്പ് വീഡിയോ എവറി ഡേ. ഒത്തിരി പേര് ഞങ്ങളോട് ചോദിക്കും നിങ്ങൾ എന്ത് ലിപ്സ്റ്റിക്കാണ്, നിങ്ങൾ ഫേസിൽ എന്താ ഇടുന്നത് എന്നൊക്കെ ഞങ്ങൾ കുറേ പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലെ മെയിൻ കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. നമ്മൾ പഠിച്ചതും ജനിച്ചതും വളർന്നതും ഒക്കെ എവിടെയാണ്, കോളേജിൽ എവിടെയാണ്, എങ്ങനെയാണ് ഞങ്ങളായിരുന്നു, ഒരു ചെറിയ ജേർണി ത്രൂ അവർ ജേർണി ടു അയർലൻഡ്. പിന്നെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, വർക്ക് ലൈഫ് കൾച്ചറിനെ പറ്റി. വർക്ക് ലൈഫ് കൾച്ചറിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ എത്ര അവേഴ്സ് വർക്ക് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതൊക്കെ നമുക്ക് ഡീപ്പായിട്ട് പിന്നെ എനിക്കറിയാൻ കാണാനും കേൾക്കാനും ഇതിനെപ്പറ്റിയൊക്കെ അറിയാൻ ഇഷ്ടം പോലെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത്. സോ അതിനെപ്പറ്റി നിങ്ങൾ നിങ്ങളുടേതായ ആവശ്യങ്ങൾ ഇതിലേക്ക് അറിയിച്ചാൽ ഞങ്ങൾ സ്പെഷ്യലായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഫോർ ഷുവർ നിങ്ങളുടെ ഡിമാൻഡ്സ് ഓൾവേസ് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ പ്ലീസ് സപ്പോർട്ട് അസ്. അതെ, തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ടില്ല നമുക്ക് നിങ്ങളുടെ സ്വന്തം സോൾ സിസ്റ്റേഴ്സ്. അതെ, ഞങ്ങളെ നിങ്ങളുടെ സ്വന്തമായി കണക്കാക്കി ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഡെഫിനറ്റ്ലി വീഡിയോ ഞങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. പുതിയ നല്ല നല്ല കണ്ടന്റുകളായിട്ട് വരാൻ ഞങ്ങൾ ശ്രമിക്കും. അതിന് ഞങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ്. അതെ, നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും വേണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ്. ബൈ.